തുടക്കത്തിൽ ഒരു 2-3 മിനിറ്റ് ആയപ്പോൾ തന്നെ ഈ പടം ഫ്ലോപ്പ് ആവുമെന്ന് എനിക്ക് നല്ല രീതിയിൽ ഒരു വകയ്ക്ക് കൊള്ളൂല, 4 അണയ്ക്ക് കൊള്ളൂല. നായകനായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒരു നായക പ്രാധാന്യം ഇല്ല. മുഖത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പ്രഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ തൂറി എറിയും പോലത്തെ എക്സ്പ്രഷനാണ് അഖിലിൻ്റെ. അതിലെ നായിക എന്ന് പറയുന്ന നാൻസി എന്നുള്ളൊരു ക്യാരക്ടർ ചെയ്ത കൊച്ചും വെറും മോശം കഴിഞ്ഞാൽ അത് ആ കൊച്ചിനെ തന്നെ കാണുമ്പോൾ കോമഡി ആയിട്ട് തോന്നുന്നു. റിവ്യൂ പറയുന്നത് എന്തിനാണ്? ഞങ്ങളുടെ കാശ് കൊടുത്ത് ഞങ്ങൾ പടം കണ്ടിട്ട് ഞങ്ങൾ നല്ല റിവ്യൂ പറയുന്നത്, ഞങ്ങളെ റിവ്യൂ കണ്ടിട്ട് ഓരോ ആൾക്കാർ വന്ന് പടം കാണണം വിലയിരുത്തേണ്ടത്. ഇത് മലയാള സിനിമയെ വെറുപ്പിക്കാൻ വേണ്ടിയാണ് ഈ ചെറുക്കം വന്നത്. ആവശ്യമില്ല. ഈ ബിഗ് ബോസിൽ ആടുമ്പോൾ ഇവിടെ വന്ന് ആടിയിട്ട് വല്ല കാര്യമുണ്ടോ? ഫാമിലിക്ക് ഇഷ്ടപ്പെടും, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. പടം കാണാനായിട്ട് വലിയ ആളൊന്നും അത് ഇല്ലായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾക്കാർ ഇങ്ങനെ കൂടി വന്ന് ഇപ്പോൾ ആർക്കും ഇപ്പോൾ നല്ല അഭിപ്രായം പറയാൻ പറ്റുന്നില്ല. കാര്യം തിന്ന ചോറിന് നന്ദി കാണിക്കണ്ടേ. കുഴപ്പമില്ല ബ്രോ, ഒന്ന് നാളെ അങ്ങ് മാറിക്കോളും, കുഴപ്പമില്ല. ഇനി അടുത്ത ഷോ കളിക്കുമല്ലോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വായില്ലെങ്കിൽ ഉണ്ടല്ലേ. നമ്മളിപ്പോൾ ഒരു 100 രൂപ കൊടുത്തൊരു സിനിമ കണ്ടെന്ന് പറഞ്ഞ് അത്രയ്ക്ക് വേണ്ടി മോശം പറയേണ്ട ആവശ്യമൊന്നുമില്ല. അഖിൽമാരാർ സൂപ്പറാണ്. ആ ഒരു ത്രില്ലർ, ഇപ്പം നമ്മൾ സ്ഥിരം ത്രില്ലർ കാണുകയല്ലേ. കുഴപ്പമില്ല, ഇഷ്ടപ്പെട്ടു. സിനിമ വലിയ കുഴപ്പമില്ല മോനെ, അത്രേ ഉള്ളൂ. എല്ലാം പുതുമുഖങ്ങൾ, ഡയറക്ടർ അവർ വരട്ടെ. നമ്മളിപ്പോൾ ഒരു 100 രൂപ കൊടുത്തൊരു സിനിമ കണ്ടെന്ന് പറഞ്ഞ് അത്രയ്ക്ക് വേണ്ടി മോശം പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് കോടികളുടെ സിനിമ ഒന്നുമല്ല. അത് ചിലപ്പോഴങ്ങനെ ആയിരിക്കും റിവ്യൂ, ഇതേപോലെ ഓരോരുത്തർ റിവ്യൂ കൊടുക്കുന്ന കണക്കിരിക്കും. അത്രയേ ഉള്ളൂ. കാരണം ഞാനിപ്പോഴും പറയുന്നത് മമ്മൂട്ടിയും മോഹൻലാലിൻ്റെ കോടികളുടെ സിനിമ ഒന്നും അല്ല. അപ്പം നമ്മൾ ആ രീതിക്ക് ഇത് ചെയ്ത് ചിന്തിച്ച് വന്ന് കാണുക, അത്രയേ ഉള്ളൂ. ആ ഒറ്റ ഇതേ ഉള്ളൂ. ഉള്ള കാര്യം ഉള്ളതുപോലെ പറയാണ്. ഞാൻ പടം കണ്ട്, അഖിലിൻ്റെ പടം കണ്ട്. പിന്നെ അഖിലിൻ്റെ പടം ഞാൻ കണ്ട്. പടം തുടക്കത്തിൽ ഒരു 2-3 മിനിറ്റ് ആയപ്പോൾ തന്നെ ഈ പടം ഫ്ലോപ്പ് ആവുമെന്ന് എനിക്ക് നല്ല രീതിയിൽ ഒരു വകയ്ക്ക് കൊള്ളൂല, ഒരു 4 അണയ്ക്ക് കൊള്ളൂല. അഖിലിൻ്റെ ഉള്ള വിലയും കൂടെ ഈ സിനിമ എടുത്ത് കളഞ്ഞു. കാര്യം ഈ അഖിൽ ഈ സിനിമയിൽ നായകനായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒരു നായക പ്രാധാന്യം ഇല്ല. മുഖത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പ്രഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ തൂറി എറിയും പോലത്തെ എക്സ്പ്രഷനാണ് അഖിലിൻ്റെ. അങ്ങനെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ അതിൽ അഭിനയിച്ചിരിക്കുന്ന സഹനടന്മാരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാ അവാർഡ് പടത്തിൽ മറ്റേ ഇങ്ങനെ ഡബ്ബിങ് പറയും പോലെ ഉണ്ടെങ്കിൽ ഡബ്ബിങ് വളരെ മോശം. അതിലെ നായിക എന്ന് പറയുന്ന നാൻസി എന്നുള്ളൊരു ക്യാരക്ടർ ചെയ്ത കൊച്ചും വെറും മോശം കഴിഞ്ഞാൽ അത് ആ കൊച്ചിനെ തന്നെ കാണുമ്പോൾ കോമഡി ആയിട്ട് തോന്നും. പിന്നെ അഖിലിൻ്റെ സെൻറ്റിമെൻറ്റ്സ് സീക്വൻസ് എന്ന് പറയുന്നത് അത് മറ്റേ ഒഴിക്കാൻ ഒഴുകും പോലെ അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അത്രയ്ക്ക് ഭയങ്കര ഗംഭീരാനുഭവം. കാര്യം ഇപ്പോൾ അഖിലിപ്പം പറയും ആ റിവ്യൂ പറഞ്ഞ് സാധാരണ ഇങ്ങനെ കൊല്ലുകയാണെന്ന് പറഞ്ഞ് റിവ്യൂ പറയുന്നത് എന്തിനാണ്? ഞങ്ങളുടെ കാശ് കൊടുത്ത് ഞങ്ങൾ പടം കണ്ടിട്ട് ഞങ്ങൾ നല്ല റിവ്യൂ പറയുന്നത്, ഞങ്ങളെ റിവ്യൂ കണ്ടിട്ട് ഓരോ ആൾക്കാർ വന്ന് പടം കാണണം വിലയിരുത്തേണ്ടത്. അപ്പോൾ നമ്മൾ മലയാള സിനിമയെ നശിപ്പിക്കുകയല്ല ചെയ്യുന്നത്. ഇത് മലയാള സിനിമയെ വെറുപ്പിക്കാൻ വേണ്ടിയാണ് ഈ ചെറുക്കം വന്നത്. ആവശ്യമില്ല. ഈ ബിഗ് ബോസിൽ ആടുമ്പോൾ ഇവിടെ വന്ന് ആടിയിട്ട് വല്ല കാര്യമുണ്ടോ? വെറുത്തുപോയി, അത്രത്തോളം വെറുത്തുപോയി. ജാഫർ ഇടിക്കൊക്കെ എന്തോന്ന് ഉള്ള വിലയും കൂടെ കളഞ്ഞ് വമ്പം കോമഡി അഭിനയം. ഇതെന്താണ്? ഇതിനെക്കാട്ടി ഞാൻ അഭിനയിക്കുമല്ലോടെ. നമുക്കൊരു ചാൻസ് തരാത്തന്തരേ. ഇവനൊക്കെ പറഞ്ഞാൽ നമ്മൾ ഈ പറയണ കൊണ്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. ചെയ്യാൻ പറ്റുമോ ഇങ്ങനെ അഖിലിൻ്റെ ഇങ്ങനെ തൂറി അറിയാമെങ്കിൽ പിന്നെ ഇതിന് അപ്പുറമായിട്ട് നമ്മൾ ഓവർ എക്സ്പ്രഷൻ ഇടും. സെൻറ്റിമെൻറ്റ്സ് ഒക്കെ എന്തോന്നറിയാം ഇത്. സത്യം പറഞ്ഞാൽ വൈറലാവും പോലെ ഇരിക്കുന്നത്. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ഫാമിലിക്ക് ഇഷ്ടപ്പെടും, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. പിന്നെ പടം കാണാനായിട്ട് വലിയ ആളൊന്നും അത് ഇല്ലായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾക്കാർ ഇങ്ങനെ കൂടി വന്ന് ഇപ്പോൾ ആർക്കും ഇപ്പോൾ നല്ല അഭിപ്രായം പറയാൻ പറ്റുന്നില്ല. കാര്യം തിന്ന ചോറിന് നന്ദി കാണിക്കണ്ടേ. അതുകൊണ്ട് പിന്നെ ഒന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ അഖിൽ നേരിട്ടൊക്കെ വിളിക്കണ ആളെങ്കിലൊക്കെ കാണുമായിരിക്കും. പക്ഷേ നമ്മളാരെയും വിളിക്കാൻ വേണ്ട, പിടിക്കാൻ വേണ്ട. നമ്മൾ നല്ലതെന്ന് പറയും. നല്ല ആൾക്കാർ വന്ന് കാണാറ്. ഇപ്പോൾ ഹൃദയപൂർവ്വവും ലോഹയൊക്കെ നമ്മൾ ഒരു നെഗറ്റീവും പറഞ്ഞില്ല. അതൊക്കെ നല്ല രീതിയിൽ ഓടിക്കേണ്ടിരുന്നു. അതിനൊക്കെയുള്ള പടങ്ങളാണ്. അഖിൽ അല്ലെങ്കിൽ ഒരു സഹനടനായിട്ട് നിന്ന് അഭിനയിക്കാത്തത്. ഒരു സഹനടനായിട്ട് അഭിനയിച്ചിട്ട് ആദ്യമേ നായകനിലേക്ക് കയറി പിടിച്ചതാണ് ഇപ്പം വളി വിട്ട് പോയത്. കുഴപ്പമില്ല ബ്രോ, ഒന്ന് നാളെ അങ്ങ് മാറിക്കോളും, കുഴപ്പമില്ല. ഇനി അടുത്ത ഷോ കളിക്കുമല്ലോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ചിലപ്പോൾ രാത്രി വല്ല ഫ്രീ ടിക്കറ്റ് വല്ല കയറണമെങ്കിലേ ഉള്ളൂ. പുള്ളി ഒരു സിനിമ ഡയറക്റ്റ് ചെയ്തതല്ലേ. ആ MGM ഗ്രൂപ്പിൻ്റെ എം ഡിയാണ് പ്രൊഡ്യൂസ് ചെയ്തത്. ഞാൻ MGMൽ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. ഞാൻ സ്കൂൾ ബസ് ഓടിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോൾ നമ്മുടെ സാറാണ്. കാര്യം ആ സിനിമയിലെ ഡയറക്ടർ ആരെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അപ്പോൾ ആ സിനിമയിൽ പ്രൊഡ്യൂസ് ചെയ്ത നമ്മുടെ ചെയർമാൻ അഭിനയിച്ചിട്ടുണ്ട്, മാനേജർ അഭിനയിച്ചിട്ടുണ്ട്. ഈ സിനിമ ആളില്ലാത്തതുകൊണ്ട് പിന്നീടാണ് ഞാൻ മനസ്സിലായി. ഞാനാണ് MGM സ്കൂളിൽ നിന്ന് ബസ്സും കൊണ്ടുവന്ന് കൃപ തിയേറ്ററിൽ കൊണ്ടുവന്ന് വണ്ടി ഇട്ടിട്ട് ടീച്ചർമാരെല്ലാം കയറ്റി ഞാനും ഫ്രീ ആയിട്ട് പോരുന്ന സിനിമ ഉണ്ട്. പിന്നീട് ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ ചെയർമാൻ തിയേറ്ററിലിരിക്കണം, നമ്മുടെ മാനേജർ ഇരിക്കണം, നമ്മുടെ മാനേജറെ ഡ്രൈവർ ഇരിക്കണം, ഡ്രൈവർ വരെ ഇരിക്കണം. ഞാനും കണ്ട് പിന്നീട് അറിഞ്ഞ അഖിലാണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്തതെന്ന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വായില്ലെങ്കിൽ ഉണ്ടല്ലേ, ആ വായ കൊണ്ടാണ് പിടിച്ചിരിക്കണത്. സൂപ്പർ, ഒന്നൊന്ന് നമ്പർ വായ തന്നെ കേട്ടോ.